ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ഒട്ടും അനുയോജ്യനല്ലാത്ത ഒരാൾ ജവഹർലാൽ നെഹ്റുവിനെ പോലെ വേറെ ഉണ്ട് എന്നുപോലും ആരും സംശയിച്ചു പോകുമായിരുന്നു. കോൺഗ്രസിൻ്റെ നിർദ്ദേശമനുസരിച്ച് താൻ ധരിക്കുന്ന പരുക്കൻ ഖാദിത്തുണിക്കുള്ളിലും അന്തരാ ഒരു ഇംഗ്ലീഷ് മാന്യനായി തന്നെ അദ്ദേഹം തുടർന്നു. നിഗൂഢ സത്യോപാസകന്മാരുടെ നാട്ടിൽ പതരാത്ത യുക്തിവാദിയായി അദ്ദേഹം നിലകൊണ്ടു. കേംബ്രിഡ്ജിൽ വെച്ച് ശാസ്ത്രവുമായി നേടിയ ബന്ധത്തിൽ ആഹ്ലാദിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ജ്യോത്സ്യന്മാർ അശുഭമായി പ്രഖ്യാപിച്ച ദിനങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ നാട്ടുകാർ കൂട്ടാക്കാത്തത് കണ്ട് അമ്പരന്നു. ലോകത്തിൽ വെച്ച് ഏറ്റവും കൊടുത്ത ആധ്യാത്മിക വിശ്വാസത്തിൻ്റെ മേഖലയിൽ സ്വയം നിരീശ്വരവാദിയെന്ന് പരസ്യമായി പ്രഖ്യാപനം ചെയ്തുകൊണ്ട് അദ്ദേഹം വർത്തിച്ചു. മതം എന്ന വാക്കുപോലും തന്നിൽ ഉളവാക്കുന്ന വെറുപ്പും വിളംബരവും ചെയ്യാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചില്ല. ഇന്ത്യയിലെ പുരോഹിതന്മാരെയും സാധുമാരെയും മന്ത്രം ചൊല്ലുന്ന സന്യാസിമാരെയും വിശുദ്ധ ഷെയ്ഖുമാരെയും എല്ലാം അദ്ദേഹത്തിന് പുച്ഛമായിരുന്നു. ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താനും വിടവുകളുടെ ആഴം കൂട്ടാനും വിദേശ ഭരണാധികാരികളുടെ ജോലി എളുപ്പമാക്കി തീർക്കാനും മാത്രമേ അവർ പ്രയോജനപ്പെട്ടുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം.